കുടുംബമാണ്. ചെറുപുഷ്പ സ്കൂൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ കുടുംബമാണ്. അപ്പോഴേ എല്ലാ വർഷവും വാർഷികത്തിന് വരുമ്പോഴേ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തോ ഒരു സംതിങ് ഡിഫറൻസ് എന്ന് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ മനോഹരമായ കലാരൂപങ്ങൾ ആസ്വദിക്കുവാനായിട്ട് നമ്മുടെ എല്ലാ മാതാപിതാക്കൾക്കും ആഗ്രഹമുണ്ട്. നമ്മളൊരു 10 മണിക്കൊക്കെ വാർഷികം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ എത്ര ഓഡിയൻസായിട്ട് പേരൻസ് ഉണ്ടോ അതിൻ്റെ ഇരട്ടിയിൽ അധികം പേരൻസ് നമ്മളൊരു 3 മണിക്ക് വാർഷികം വെച്ചാൽ അല്ലെങ്കിൽ 3-നും 4-നും ഇടയ്ക്ക് വാർഷികം സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണും. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും വാർഷിക ആഘോഷങ്ങൾ നടത്തുമ്പോഴേ നമ്മളുടെ ശ്രദ്ധ മുഴുവൻ കലാപ്രകടനങ്ങളെ കാഴ്ചവെക്കുന്ന കുട്ടികളിലേക്ക് ഒതുങ്ങുകയും അവരെ മേക്കപ്പ് ചെയ്യുന്നതിനും അവരുടെ കൂടെ നിൽക്കുന്നതിനും മാത്രം ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. എല്ലാ സ്കൂളിലും ഉള്ളതാണ്. ഇപ്പോൾ തന്നെ നമ്മളുടെ കുട്ടികൾ അങ്ങ് ഗേറ്റിൻ്റെ അടുക്കൽ മുതലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് സ്കാറ്റേഡ് ആയിട്ട് നടക്കുകയാണ്. അപ്പം അത് നമ്മുടെ ഒരു ഡിസിപ്ലിൻ്റെ ഒരു കുറവാണ് കാണിക്കുന്നത്. അപ്പം കുറച്ച് ടീച്ചേഴ്സ് നമ്മളുടെ ആ കുട്ടികളെ ഗ്രൗണ്ടിൽ ഉള്ള കുട്ടികളെ കോർഡിനേറ്റ് ചെയ്യാനും അവരെ ഡിസിപ്ലിൻഡായിട്ട് അകത്തേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ ശ്രദ്ധ വരുമ്പോൾ 3-4 ടീച്ചേഴ്സ് ഗ്രൗണ്ടിലേക്ക് കൂടെ ഇറങ്ങുക. നമ്മുടെ എല്ലാ ടീച്ചേഴ്സും ഇപ്പോൾ ഈ കലാപ്രകടനങ്ങൾ നടത്തുന്ന കുട്ടികളുടെ കൂടെ ഓരോ റൂമിലാണ്. കുറച്ച് ടീച്ചേഴ്സ് പുറത്തേക്ക് വരിക. നമ്മളുടെ ഈ ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന പേരൻസിൻ്റെ അടുക്കലും അതുപോലെ തന്നെ കുട്ടികളുടെ അടുക്കലും അവരുടെ അച്ചടക്കം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് ടീച്ചേഴ്സ് പുറത്തേക്ക് വരിക. ഏറ്റവും ഡിസിപ്ലിൻഡായിട്ട് നിങ്ങളുടെ സ്കൂളിലേക്ക് വരുന്ന എല്ലാവർക്കും പക്കയാണ് സ്കൂളെന്ന് പറയിക്കണം. ഇപ്പം ആ രീതിയിൽ ഒരു മാനേജ്മെൻറ്റ് ഡിസിപ്ലിൻ മാനേജ്മെൻറ്റ് ഒന്നുകൂടി ചെയ്യുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആരാധ്യയായ അധ്യക്ഷ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അറിവും കലയും കൊണ്ട് മനുഷ്യമേധയെ വിസ്മയിപ്പിക്കുന്ന വിജ്ഞാനത്തിൻ്റെ പ്രഭാവത്തെ ഈ വേദിയിൽ ഞാൻ വണങ്ങുകയാണ്. ഓരോ വാർഷികത്തിലും വീണ്ടും വീണ്ടും മുഖം വിനുക്കി യൗവനയുക്തയായി നിത്യകാലത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മുടെ ചെറുപുഷ്പ സ്കൂൾ പരിലസിക്കുകയാണ്. കഴിഞ്ഞ അധ്യയന വർഷത്തിലെയും അല്ലെങ്കിൽ ഈ അധ്യയന വർഷത്തിലെയും നിങ്ങളുടെ ചെറുപുഷ്പയുടെ വിദ്യാഭ്യാസത്തിൻ്റെ വിളവെടുപ്പിൽ ശേഖരിക്കപ്പെട്ട ഏറ്റവും അമൂല്യങ്ങളായ നിധികൾ ഈ വേദിയിലും സദസ്സിലും നിറഞ്ഞു നിന്ന് നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനായിട്ട് കലാപ്രകടനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരാസൂത്രണം ചെയ്തിരിക്കുകയാണ് അധ്യാപകർ. അതിനാൽ തന്നെ കുറേ നമ്മുടെ വിഷ്ണുനാഥ് MLA സാർ, സിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ളവരും കൂടുതലായി സംസാരിച്ചു. ഇനി വലിയൊരു പ്രസംഗത്തിൻ്റെ പ്രസക്തി ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ കീനോട്ട് അഡ്രസ് അല്ലെങ്കിൽ മുഖ്യ പ്രഭാഷണം എന്ന് പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ഈ വിദ്യാലയത്തിൽ എപ്പോഴും ഒരു വിദ്യാലയത്തിലേക്ക് തങ്ങളുടെ മക്കളെ അയക്കുമ്പോൾ എല്ലാ മാതാപിതാക്കളുടെയും ലക്ഷ്യം 10ാം ക്ലാസ്സിലെ A+, ഫുൾ A+, അല്ലെങ്കിൽ 12ാം ക്ലാസ്സിൽ ഫുൾ A+ എന്നൊരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലുപരിയായി നമ്മളുടെ ഓരോ മക്കളും നൈതികവും മാനവികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, സ്വയം ഉത്തരവാദിത്വ ബോധമുള്ള അല്ലെങ്കിൽ സമൂഹത്തോട് ഉത്തരവാദിത്വ ബോധമുള്ള, പ്രകൃതിയെ സ്നേഹിക്കുന്ന, ചൂഷണങ്ങൾക്കെതിരെ പോരാടുന്ന, അധർമ്മത്തിനെതിരെ പോരാടുന്ന ഒരു യുവതലമുറ, അതായിരിക്കണം നമ്മളുടെ മക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ പഠനത്തോടൊപ്പം തന്നെ നൈതികവും മാനവികവുമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമ്മുടെ ചെറുപുഷ്പ സ്കൂളിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അക്കാദമിക് രംഗത്തും അക്കാദമികേതര രംഗത്തും അത്ഭുതങ്ങളുടെ ആപ്പിളുകൾ പൊഴിക്കുന്ന ഉദ്യാനമായി മാറുവാൻ ചെറുപുഷ്പ സ്കൂളിന് സാധിക്കണം. നമ്മൾ പറയാറുണ്ട്, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഇരുന്നു കൊണ്ട് വിസ്മയങ്ങളുടെ മുട്ട പൊട്ടിക്കുന്ന പ്രതിഭാധനന്മാരുടെ മസ്തിഷ്കത്തിളക്കത്തിന് പിന്നാലെ പായുന്നവരായിരിക്കണം ഓരോ വിദ്യാർത്ഥി. ആ രീതിയിൽ ജ്ഞാനത്തിൻ്റെ പുറകെ പോകുവാൻ പ്രാപ്തരായിട്ടുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കുവാൻ നമ്മളുടെ ചെറുപുഷ്പ സ്കൂളിന് സാധിക്കട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളും വില്ലായി നിർത്തിക്കൊണ്ട് ഓരോ ക്ലാസ് മുറിയിലും ജ്ഞാനപ്രകൃതിയുടെ വെൺപിറാവുകളെ വിരിയിച്ചിറക്കുവാൻ ഇവിടുത്തെ അധ്യാപകർക്ക് സാധിക്കട്ടെ എന്നാശംസിക്കുന്നു. ഈ നാടിൻ്റെ പുണ്യവും നാടിൻ്റെ മക്കളുടെ ഭാഗ്യവുമായി നിലനിൽക്കുന്ന ചെറുപുഷ്പ സ്കൂളിന് എല്ലാ ആശംസകളും ഈ സ്കൂളിനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ്, ഇതിൻ്റെ പ്രഥമാധ്യാപിക, ഇവിടുത്തെ ഓരോ അധ്യാപകരും
വിദ്യാർത്ഥികൾ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ആശംസകളും നേരുന്നു. നമ്മളുടെ മഹാരഥന്മാർ വരച്ചിട്ട വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഇവിടുത്തെ മക്കൾക്ക് സാധിക്കട്ടെ. കാലം അവരുടെ പേരിൽ ചരിത്രം കുറിക്കുവാനായിട്ട് പേനയും മഷിക്കുപ്പിയുമായി കാത്തിരിക്കട്ടെ എന്ന് ആശംസിക്കാം. എല്ലാ മക്കൾക്കും എല്ലാ തരത്തിലുള്ള ആശംസകളും, സ്കൂളിന് എല്ലാ തരത്തിലുള്ള യശസ്സും ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.